നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പക്ഷിവേട്ട. വിദേശത്തു നിന്നും കൊണ്ടുവന്ന അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷികളെ പിടികൂടി. തിരുവനന്തപുരം സ്വദേശികളായ 2 യാത്രക്കാരെ കസ്റ്റംസ് വനംവകുപ്പിന് കൈമാറി. വേഴാമ്പൽ ഉൾപ്പെടെ 14 അപൂർവ ഇനം പക്ഷികളെയാണ് ഇവർ കൊണ്ടുവന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇത് ഏത് രാജ്യത്തു നിന്നാണ് ഈ പക്ഷികളെ, ഈ അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷികളെ എത്തിച്ചത്? ഇത് ഇവരുടെ ലക്ഷ്യം എന്താണ്? വളർത്താനാണോ അതോ മറ്റേതെങ്കിലും വിൽപ്പനയ്ക്ക് വേണ്ടി, അനധികൃതമായ വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിച്ചതാണോ? ടോം, തായ്ലൻഡിൽ നിന്നുമാണ് ഇവർ ഈ പക്ഷികളെ കൊണ്ടുവന്നത്. തായ്ലൻഡിൽ നിന്ന് തായ് വിമാനത്തിൽ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. തിരുവനന്തപുരം സ്വദേശികളായ ശരത്, ബിന്ദു എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വനം വകുപ്പിൻ്റെ കസ്റ്റഡിയിലേക്ക് ഉള്ളത്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തുമ്പോൾ ഈ ബാഗേജുകൾ സംശയം കൊണ്ട് ഇവരൊരു പരിഭ്രമവും കാര്യങ്ങളും കൊണ്ട് ഇത് പരിശോധിക്കുകയായിരുന്നു. ഇത് പരിശോധിച്ചപ്പോൾ തന്നെ അത് ചിറകടി വെച്ച് എല്ലാം കേട്ടു തുടങ്ങിയതിൽ പരിശോധനയ്ക്കിടെ ചിറകടി വെച്ച് കേട്ടു തുടർന്നാണ് ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത്. ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് 14ഓളം പക്ഷികളെയാണ് കണ്ടെത്തിയത്. വേഴാമ്പൽ ഉൾപ്പെടെ മറ്റ് അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷികളെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇതിൽ മതിയായ രേഖകളില്ലാതെ കൊണ്ടുവന്നു എന്നതിനാണ് ഇവർ ഇപ്പോൾ വനം വകുപ്പിന് അടക്കം കസ്റ്റംസ് കൈമാറിയിരിക്കുന്നത്. ഇതിൽ മതിയായ രേഖകളുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്തരം ഈ വളർത്തുമൃഗങ്ങളെ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാനുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ അത്തരം രേഖകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇവിടേക്ക് ഒളിച്ചു കടത്തുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. അതിൽ കൃത്യമായ ഒരു ഘട്ടത്തിലും, യാത്രയുടെ ഒരു ഘട്ടത്തിലും ഇത് സംബന്ധിച്ച് ഒരു വിവരവും ഇവർ നൽകിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഇതിൽ പരിശോധന നടത്തുകയും തുടർന്ന് കസ്റ്റഡിയിൽ എടുക്കാനെല്ലാം തന്നെ തീരുമാനിക്കുകയും ചെയ്തത്.